UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുമെന്ന AK ബാലന്റെ പരാമർശത്തിൽ CPM-ൽ ഭിന്നത. ബാലന്റെ നിലപാട് തള്ളിയ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. പരാമർശം നിരുത്തരവാദപരമാണെന്നും പാർട്ടി അതിനെ തള്ളിക്കളയുന്നതായും MV ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചു. AK ബാലൻ പറഞ്ഞത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇന്നത്തെ കേരളം നമ്മുടെ രാജ്യത്തിന് മുന്നിലൊരു മാതൃകയാണ്. അതായത് വർഗീയ സംഘർഷങ്ങളില്ല, വർഗീയ കലാപങ്ങളില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം കേരളത്തിലുണ്ടായിരുന്നു. അതാണ് സഖാവ് AK ബാലൻ ഓർമ്മിപ്പിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് AK ബാലൻ നടത്തിയ പ്രസ്താവനയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞില്ല. മാറാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്, മാറാട് കലാപം നടന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്, അന്ന് കോൺഗ്രസ് എടുത്ത നിലപാടുകൾ പറഞ്ഞാണ് ബാലനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചത്. മാറാട് കലാപം ആവർത്തിച്ചേക്കാമെന്ന ബാലന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് വലിയ വിമർശനങ്ങൾ UDF-ഉം അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളും ഉയർത്തുന്നത്. ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുമ്പോൾ ബാലനെ പരോക്ഷമായി തള്ളിപ്പറഞ്ഞിരുന്നു. പാർട്ടി നിലപാട് താൻ പറയും, അതാണ് പാർട്ടി നിലപാട് എന്ന് പറഞ്ഞാണ് ബാലന്റെ പ്രസ്താവനയോട് ഉള്ള വിയോജിപ്പ് പരോക്ഷമായെങ്കിലും MV ഗോവിന്ദൻ സൂചിപ്പിച്ചത്. അതിനുശേഷം CPM-ന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ വലിയ വിമർശനങ്ങൾ AK ബാലന്റെ പ്രസ്താവനയ്ക്കെതിരെ കമ്മിറ്റിയിൽ ഉയർന്നു വന്നു. ആ വിമർശനങ്ങളെ ശരിവെച്ചുകൊണ്ട്, വിമർശനങ്ങൾ ശരിയാണ്, ബാലന്റെ പ്രസ്താവന നിരുത്തരവാദപരമെന്ന നിലപാടാണ് കമ്മിറ്റിയിലും MV ഗോവിന്ദൻ സ്വീകരിച്ചത്. പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലും AK ബാലന്റെ പ്രസ്താവനകൾ ആരും ഏറ്റുപിടിക്കരുത്, അത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കും തരത്തിലുള്ള വിമർശനം ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇതിലൊരു ഐക്യം CPM-ൽ ഇല്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ബാലിനെ തള്ളിപ്പറയാത്തതാണ് CPM-ൽ ഒരു ആശയക്കുഴപ്പത്തിനിടയാക്കിയിട്ടുള്ളത്. പ്രതിപക്ഷം ഇപ്പോൾ അതുതന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രി പറയുന്നതാണോ, സംസ്ഥാന സെക്രട്ടറി പറയുന്നതാണോ, ഏതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടെന്ന ചോദ്യമാണ് പ്രതിപക്ഷവും മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ന്യൂനപക്ഷ സമുദായങ്ങളിലെ തീവ്ര സംഘടനകളെന്ന് CPM ആരോപിക്കുന്ന സംഘടനകളോട് എടുക്കുന്ന നിലപാടുകൾ പൊതുവിൽ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളായി ചിത്രീകരിക്കപ്പെടുന്ന ആശങ്ക CPM-നുമുണ്ട്. അത് വലിയൊരു ആശയക്കുഴപ്പവും അവ്യക്തതയും CPM നേതാക്കൾക്കിടയിൽ പൊതുവിലും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ പരാമർശം നടത്തിയ AK ബാലനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചതിലൂടെ CPM-ന് ഡബിൾ റോളെന്ന് K മുരളീധരൻ. മതപരമായ ചേരിതിരിവുണ്ടാക്കി ഒരുമിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. പഴയ ചരിത്രം ആവർത്തിക്കുമെന്ന് പറയുന്നത് കലാപത്തിനുള്ള ആഹ്വാനമെന്നും ഇതിൽ കേസെടുക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. അതായത് AK ബാലൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയിട്ടാണ്, അതാണ് ധൈര്യത്തിൽ പറഞ്ഞത്. ഇക്കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഡബിൾ റോളാണ്. പാർട്ടി സെക്രട്ടറി ബാലനെതിരായി നിൽക്കുന്നു, മുഖ്യമന്ത്രി ബാലന് അനുകൂലമായി നിൽക്കുന്നു. ഇവരുടെ ഉദ്ദേശം ഒരു മതപരമായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കി വോട്ട് പിടിക്കുക എന്നുള്ളതാണ്. ഇവർക്ക് ആരെയും പിന്തുണ കിട്ടില്ല. ഇവർക്ക് ന്യൂനപക്ഷങ്ങൾ ഇവരെ വിശ്വസിക്കില്ല. ശബരിമലയിലെ സ്വർണം കെട്ട ആളുകളെ അധികാരത്തിൽ കൊണ്ടുവരാൻ മറ്റ് വിഭാഗങ്ങളും തയ്യാറാവില്ല. ഇപ്പൊ രണ്ടുപേരുടെ വോട്ട് ഇവർക്ക് കിട്ടാൻ പോകുന്നു. ഇവരുദ്ദേശിച്ചത് ഒരു ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് പിടിക്കാനാണ്. ഞങ്ങൾ തറപ്പിച്ചു പറയുന്നു, ഒരു വിഭാഗത്തിന് വോട്ട് ഇവർക്ക് കിട്ടില്ല. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയവരെ ഒരു സമുദായം അംഗീകരിക്കാൻ പോകുന്നു. മാറാട് കലാപം കേരളത്തിനേറ്റ മുറിവാണെന്നും ആ മുറിവിൽ മുളക് പുരട്ടുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും രമേശ് ചെന്നിത്തല. BJP-ക്കും RSS-നും ചെയ്യാൻ പറ്റാത്ത ജോലിയാണ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നത്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും തരം പോലെ പ്രോത്സാഹിപ്പിക്കുകയാണ് CPM എന്നും രമേശ് ചെന്നിത്തല വിമർശിച്ചു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു മുറിവുണ്ടായാൽ ആ മുറിവ് ഉണക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. മാറാട് ഒരു മുറിവാണ്. കേരളത്തിലുണ്ടായ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി. ആ മുറിവിൽ വീണ്ടും വീണ്ടും മുളക് തേക്കുന്ന ജോലിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായി ഭരണത്തിൽ RSS പിടിമുറുക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷികൾക്ക് പോലും ആ അഭിപ്രായമുണ്ട്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയെ തള്ളി ദീപിക ദിനപത്രം. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് മുഖ്യമന്ത്രി വസ്തുതാവിരുദ്ധമായി സംസാരിക്കുന്നുവെന്നാണ് വിമർശനം. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കി എന്ന വാദം വസ്തുതാവിരുദ്ധമാണ്. ക്രൈസ്തവ ന്യൂനപക്ഷം വെറും പോഴന്മാരാണെന്ന് മുഖ്യമന്ത്രി കരുതുന്നുവെന്ന് കുറ്റപ്പെടുത്തിയ മുഖപ്രസംഗം റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യവും മുന്നോട്ട് വച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമുണ്ടായി.
വർഗീയ പരാമർശം ആവർത്തിക്കുന്ന വെള്ളാപ്പള്ളിയെ പിന്തുണച്ചാൽ ഇനിയും തിരിച്ചടിയുണ്ടാകും. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഐക്യത്തിന് ഇറങ്ങിയ വെള്ളാപ്പള്ളിയാണ് വർഗീയ വിഭജനത്തിന് തുടക്കം കുറിച്ചതെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഫെബ്രുവരി 1 മുതൽ 15 വരെ LDFന്റെ മേഖലാ ജാഥകൾ. ഇടതുമുന്നണി യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി എന്നിവർ മേഖലാ ജാഥകൾ നയിക്കും. അതേസമയം തൊണ്ടി മുതൽ തിരിമറി കേസിൽ ശിക്ഷിക്കപ്പെട്ട ആന്റണി രാജു യോഗത്തിൽ പങ്കെടുത്തില്ല. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് മേഖലാ ജാഥകൾ തീരുമാനിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് LDF കടക്കുകയാണല്ലേ? തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം അവലോകനം ചെയ്യാനാണ് ഇടതുമുന്നണിയുടെ യോഗം ചേർന്നത്. വിശദമായ ചർച്ച അതിന്മേൽ നടന്നിട്ടുണ്ട്. നേരത്തെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് CPM-ഉം ഭരണവിരുദ്ധ വികാരവും ശബരിമലയും തന്നെയാണ് തിരിച്ചടി കാരണമെന്ന് CPI-യും നിലപാടെടുക്കുന്നു. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ CPI അത്ര കടുത്ത നിലപാട് സ്വീകരിച്ചതായി നമുക്ക് വിവരമില്ല. CPI നിലപാട് മയപ്പെടുത്തുകയാണ്. ഇനി അത്തരം ഒരു റിവ്യൂവിന്റെ ഭാഗമായുള്ള കടുത്ത വിമർശനങ്ങളും വൈരുദ്ധ്യങ്ങളും ഒക്കെ പുറത്തു വന്നാൽ, അഭിപ്രായ ഭിന്നതകളും പുറത്തു വന്നാൽ തെരഞ്ഞെടുപ്പിനെ ദോഷകരമായി ബാധിക്കുന്നതുകൊണ്ട് ഒരു സമാനമായ നിലപാടിൽ മുന്നണി എത്തിച്ചേർന്നു. അതായത് വ്യത്യസ്തമല്ലാത്ത അഭിപ്രായത്തിൽ മുന്നണി എത്തിച്ചേർന്നു. അഭിപ്രായങ്ങൾ എല്ലാ പാർട്ടികളും യോഗത്തിൽ അവതരിപ്പിച്ചുവെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു തർക്കത്തിലേക്കോ കാര്യമായ ഭിന്നതയിലേക്കോ പോയിട്ടില്ല. പകരം ഏകാഭിപ്രായം അത് പാർട്ടി മുന്നണി കൺവീനർ പറയുമെന്ന് ആണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. നേരത്തെ ബിനോയ് വിശ്വത്തോട് പ്രതികരണം ചോദിക്കുമ്പോഴും അദ്ദേഹം അക്കാര്യമാണ് പറഞ്ഞത്. അതായത് തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായി, അതിന്റെ കാര്യകാരണങ്ങൾ ഇടയിൽ പരിശോധിക്കുകയും ചെയ്തു എല്ലാ പാർട്ടികളും. അതിനപ്പുറത്തേക്ക് അതിലൊരു പോസ്റ്റ്മോർട്ടത്തിനോ അല്ലെങ്കിൽ മുന്നണിയുടെ ഐക്യത്തെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് മുന്നണിയുടെ പൊതു തീരുമാനമായി വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുക്കങ്ങളും ഈ യോഗത്തിൽ പ്രാഥമിക ചർച്ചയായി. അതിന്റെ ഭാഗമായാണ് 3 മേഖലാ ജാഥകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 3 മേഖലാ ജാഥകളെ നയിക്കുന്നത് ഒന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. അദ്ദേഹം നയിക്കുന്ന ജാഥ ഫെബ്രുവരി 1-ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കും. 4-ന് തെക്കൻ മേഖലാ ജാഥ അത് നയിക്കുന്നത് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. തിരുവനന്തപുരത്ത് നിന്ന് അത് ആരംഭിക്കും. 6-നാണ് കോട്ടയത്ത് നിന്ന് ജോസ് കെ മാണി, കേരള കോൺഗ്രസ് കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന ജാഥ ആരംഭിക്കുക. കേരള കോൺഗ്രസ് മുന്നണി വിടുമോ എന്ന ആശങ്കകൾ ഒരു വശം നിൽക്കുമ്പോൾ തന്നെ ഒരു കാരണവശാലും മുന്നണി വിട്ടു പോകില്ല എന്ന് വ്യക്തമായിക്കൊണ്ടാണ് ജാഥയുടെ ഒരു ക്യാപ്റ്റനായി കൂടി ജോസ് കെ മാണി മാറുന്നത്. 3 മേഖലാ ജാഥകൾ 15-ാം തീയതി സമാപിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഇടതുമുന്നണി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ മറ്റ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികളടക്കം നടത്താനും മുന്നണി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. 12-ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേതാക്കളും പങ്കെടുക്കുന്ന ധർണ, കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെയുള്ള ധർണ, അത് രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നടക്കുന്നുണ്ട്. അത് വിജയിപ്പിക്കുന്നതിനുള്ള ചർച്ചകളും ഇന്നത്തെ മുന്നണി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുന്നണി തീരുമാനങ്ങൾ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ്, എന്തുകൊണ്ട് പരാജയം നേരിട്ടു എന്നതിന്റെ മുന്നണിയുടെ ഒരു വിശദീകരണം വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കും. രഞ്ജിത്ത്, VV അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ കുട്ടനാടിനെ ചൊല്ലി ഇരുമുന്നണികളിലും തർക്കം രൂക്ഷം.